വയനാട്ടിലുണ്ടായ ദുരന്തം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്തും പാർട്ടി പറയുന്ന 5,38,00,000 രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആപ്പ് വഴിയാണ് പിരിച്ചതെന്നും പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു ആപ്പിൽ ആവശ്യത്തിന് പണമായപ്പോൾ ആപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നും പറയുന്നു. ഈ ആപ്പിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ? വളരെ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഒരു പത്രസമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലേറെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾ വളരെയധികം ഉറ്റുനോക്കുന്ന, അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയം കൂടി ആയതുകൊണ്ട് അത്തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു കുംഭകോണം, സംഘടിതമായ കൊള്ള, അതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് നടന്നിട്ടുള്ള ഫണ്ട് കളക്ഷൻ. അതിനകത്ത് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള, എന്നാൽ ഇപ്പോൾ ആ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതുമായ എനിക്ക് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടേതായ അഭിപ്രായം പോലെ അറിയുവാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടേക്ക് ഇത്തരത്തിൽ വന്നത്. സ്വാഭാവികം നിങ്ങൾ മനസ്സിലാക്കണം കാര്യം, കഴിഞ്ഞ ദിവസം എത്രയാണ് കോൺഗ്രസ് പാർട്ടി സമാഹരിച്ച ഫണ്ട് എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങളിലൂടെ തന്നെ ഉന്നയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് 5,38,00,000 കണക്കാണ്. ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. 5,38,00,000 രൂപയുടെ കണക്കാണ് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ആപ്പ് വഴി അവർ പിരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. സ്വാഭാവികമായും സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ആപ്പ് ആർക്ക് വേണമോ ഫണ്ട് അതിനകത്ത് നൽകുവാൻ കഴിയും. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ആകെ എമൗണ്ട്, ധനലക്ഷ്മി ബാങ്കിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5,38,00,000. ഇനിയും വേണം വസ്തു വാങ്ങുവാനും അതിനു പുറമെ വീട് വയ്ക്കുവാനുമുള്ള പണം എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിശദീകരണം. എനിക്ക് ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുവാനുള്ളത്, കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തമുണ്ടായ മേഖല എന്ന് പറയുന്നത് കൂടി ശ്രദ്ധിക്കണം. നെഹ്റു കുടുംബം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഏറ്റവും വലിയ തരത്തിലുള്ള ബന്ധമുള്ള വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുൻസിയിൽ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുൻസിയിൽ സ്വാഭാവികമായും രാജ്യത്തെ നെഹ്റു കുടുംബവുമായി എങ്ങനെ അടുപ്പം ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകൾക്ക്, എത്ര വേണോ ചെലവഴിക്കാൻ, കോടികൾ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്ക്, സീറ്റിന് പോലും കോടികൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഈ വയനാട്ടിലുണ്ടായ ദുരന്തം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്തും പാർട്ടി പറയുന്ന 5,38,00,000 രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആപ്പ് വഴിയാണ് പിരിച്ചതെന്നും പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു ആപ്പിൽ ആവശ്യത്തിന് പണമായപ്പോൾ ആപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നും പറയുന്നു. ഈ ആപ്പിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ? പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ആപ്പ് വന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ആപ്പിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്പിന്റെ സുതാര്യത, 8 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് ആ സോഫ്റ്റ്വെയർ, ആപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ വന്ന തുക യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു ആലോചന നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഒരു കാരണവശാലും കോൺഗ്രസ് നേതാക്കൾ അതിന്റെ യാഥാർത്ഥ്യം പറയില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി നല്ലതുപോലെ അറിയാം. അതിനകത്ത് വലിയൊരു സാമ്പത്തിക കൊള്ളയുണ്ട്, അഴിമതിയുണ്ട്, കുംഭകോണമുണ്ട്. അപ്പൊ അത് പുറത്തു കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവരേണ്ടത് എന്റെ ആവശ്യമില്ല. കാര്യം ഈ പണം നൽകിയിരിക്കുന്നത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായപ്പോൾ ഗവൺമെന്റിനെ സഹായിച്ചവരുണ്ട്.
അതിനു പുറമെ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർ പല മേഖലയിലും കഷ്ടപ്പെടുന്നവരാണ്. അവർ അധ്വാനിച്ച് കിട്ടുന്ന വിഹിതത്തിന്റെ 1% അവർ ഈ ആപ്പ് വഴി പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാനും നൽകിയിട്ടുണ്ട്, എൻ്റെ സഹപ്രവർത്തകർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതറിയുവാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉള്ളതുകൊണ്ട് അത് കേരളത്തിലെ പോലീസ് മേധാവിയുടെ മുമ്പിൽ രേഖാമൂലം ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്.